എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ 10-12 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ഞാൻ നാട്ടിൽ പോയിരിക്കായിരുന്നു. ഇന്നലെ തിരിച്ചെത്തി. അച്ഛന് സുഖം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഫൈനാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ചിക്കൻ കറി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വേറെ ഒന്നിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്താലും ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന ഈദൽ പത്തിരിയില്ലേ, അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അതിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്ത പോലെ തന്നെ നാടൻ ചിക്കൻ കറി തയ്യാറാക്കാം. പല രീതിയിൽ നമ്മൾ ഓൾറെഡി ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ വേറൊരു വെറൈറ്റി, അതായത് എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാത്തിൻ്റെ സെയിം ആണെങ്കിൽ പോലും ഉണ്ടാക്കുന്ന രീതി അതേപോലെ തന്നെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ആദ്യം വേണ്ടത്? ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എപ്പോഴും ചെറിയ പീസാണ് നല്ലത്, അപ്പോഴാണ് ഉള്ളിലോട്ടൊക്കെ നല്ലോണം മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ബോൺലെസ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ കുറച്ച് വിനീഗറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പലതവണ വാഷ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണിത്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. ഇപ്പൊ നാടൻ രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടാവട്ടെ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് തീ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതാണ്. നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിവിടെ 10 വെളുത്തുള്ളിയും അതുപോലെ തന്നെ മീഡിയം സൈസ് ഇഞ്ചിയുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയും ചെറിയുള്ളി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സവാളയും ഒരു 10 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ 4 സവാള, മീഡിയം സവാള എടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതായത് നമ്മൾ എല്ലാം ചേർക്കും. ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മസാലപ്പൊടിയിൽ ഇടാം. അതല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് എല്ലാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്കിപ്പോൾ പത്തിരിയുടെ കൂടെ കഴിക്കാൻ, എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോലെ ഇതൽ പത്തിരിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇച്ചിരി സ്പൈസിയാണ് നല്ലത്. പിന്നെ നമ്മളിതിൽ തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ കുറവാണ് ചേർക്കാൻ പാടുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ നമുക്ക് ഇതിലോട്ട് പെരിഞ്ജീരകത്തിന്റെ പൗഡർ. നിങ്ങളുടെ അടുത്ത് പെരിഞ്ജീരകത്തിന്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ച് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ. ഇത്രയും പൗഡേഴ്സ് ചേർത്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് എടുത്ത് വെക്കാം. റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയുടെ ഒക്കെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മുളക് തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എരിവും കളറും കിട്ടും. അപ്പോൾ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതേസമയം വെള്ളം ചേർക്കാണ്ട് വെറുതെ പൊടികൾ മാത്രം ഇട്ട് വഴറ്റുകയാണെങ്കിൽ എപ്പോഴും ചെറിയ തീയിലിട്ട് വഴറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. വെള്ളം ചേർത്ത് കാരണം നമുക്ക് ഒരു 5 മിനിറ്റോളം വേണ്ടി വരും ഇതിന്റെ പച്ചമണം മാറാൻ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. പിന്നെ ഓരോരുത്തരുടെ ഗ്യാസ് സ്റ്റവ് അനുസരിച്ച് മാറ്റം വരും. ഇതിന് പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. 5-ൽ കൂടുതൽ മിനിറ്റ്, ഒരു 7 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയത്. പിന്നെ ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് ആയിട്ട് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇതിലോട്ട് സവാളയിലോട്ട് വെള്ളത്തിൽ കലക്കാൻ നിൽക്കണ്ട. കാരണം വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് സമയം കൂടുതൽ എടുക്കുന്നുണ്ട് ഇത് വഴറ്റ് വരുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്താം. 2-3 മിനിറ്റ് നേരം നമുക്ക് ആദ്യം ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 2-ാം പാലാണ് ഒഴിക്കുന്നത്. 1-ാം പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു തേങ്ങ എടുക്കുക. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കട്ടിപ്പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ആ തേങ്ങയിലോട്ട്
1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് പാലാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. തേങ്ങാപ്പാൽ താല്പര്യമില്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, പക്ഷേ തേങ്ങാപ്പാലാണ് ഈ കറിയുടെ ടേസ്റ്റ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല്, അതായത് കട്ടിയില്ലാത്ത പാല്. പിരിയോന്ന് പേടിയുള്ളവർ നിങ്ങൾ ഒഴിക്കേണ്ട, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഈ സമയത്ത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ഇതങ്ങ് അടച്ചു വെച്ചിട്ട് നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് പുളിക്ക് പകരമായിട്ട് വിനീഗറാണ് ചേർക്കുന്നത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഒരു തക്കാളി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ചാൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് പുളി ഒഴിക്കേണ്ട കേട്ടോ. നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നതുണ്ടോ. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണേ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വറ്റിപ്പോവും. പക്ഷേ ഉള്ളിൽ നന്നായിട്ട് ചിക്കൻ്റെ പീസസ് ഒന്നും കുക്കാവില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ രുചി നോക്കണേ, എരിവും പുളിയൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റാണ് നോക്കണം. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? കട്ടി തേങ്ങാപ്പാൽ. അപ്പം അതിന് മുമ്പായിട്ട് കഷ്ണങ്ങൾ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. നന്നായി കുക്കായിട്ടുണ്ടത്, നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 15 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് അതേസമയം നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന കോഴി അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരെ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്യണേ. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടായതിന് ശേഷം ഓഫ് ചെയ്യുക. അത് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കണം, ഒരു നിർബന്ധവും ഇല്ല. ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്വാദ് ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോൾ രുചി നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1/2 ടീസ്പൂണും കൂടെ ഉപ്പാവാം. പിന്നെ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് കാച്ചി ഒഴിക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൽ ചെറിയൊരു മധുരമുണ്ട്, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ പുളിയെല്ലാം പെർഫെക്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് അരച്ച് ചേർത്താലും മതിയാവും കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുകയാണെങ്കിൽ മിനിറ്റ് നേരം നന്നായി കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ പച്ച ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിനി കാച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളിട്ട് കൊടുക്കാം. ഇത് നന്നായി ഗോൾഡ് കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഗോൾഡ് കളർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇതിൽ കറി രുചിച്ച് നോക്കിയിട്ട് ഒരു ചെറിയൊരു മധുരം ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ ഒരു നുള്ളു പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച കാരണം പിന്നെ നമ്മൾ പഞ്ചാരയുടെ ആവശ്യമില്ല. അത് നോക്കിയിട്ട് ചെയ്തോളൂ. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ആഹാ, എന്താ വാസനാന്നറിയോ ഇവിടെ. അടിപൊളിയുണ്ട് കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം അടച്ച് വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്കൊക്കെ സൂപ്പറായിരിക്കും. കഷ്ണത്തിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കഷ്ണത്തിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ചും പത്തിരി, ഇടിയപ്പം, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന ഇതൽ പത്തിരി, അങ്ങനെ എല്ലാവിധ സംഭവത്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.